നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ റെഡിമെയ്ഡ് ബ്ലൗസ്, സ്ട്രെച്ചബിൾ ബ്ലൗസിൻ്റെ വീഡിയോ ആണ്. സ്ട്രെച്ചബിൾ ബ്ലൗസ് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാം, ഇനി വാങ്ങിക്കാൻ പോകുന്നവർ ഇത് കേട്ടിട്ടേ വാങ്ങിക്കാവുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ സ്ക്രീനിൽ അപ് ടു XXL, എനിക്ക് തോന്നുന്നു ഇതെല്ലാം XXL വരെ ഉള്ളവർക്കാണെന്നാണ്. XXL വരെയുള്ള സൈസുള്ളവർക്ക്, നമ്മൾ കുർത്തിയുടെയൊക്കെ സൈസ് XXL വരെയുള്ളവർക്ക് വാങ്ങിക്കാം. ഇത് സ്ട്രെച്ചബിൾ ആണ്. നമ്മളുടെ ഇനിയിപ്പം ഇതിപ്പം ഇതിപ്പം ഈ ഒരൊറ്റ സൈസ് ഇതിനകത്തുള്ളൂ. XXL അല്ല നിങ്ങളുടെ സൈസ്. നിങ്ങളുടെ സൈസ് ഇൻ കേസ് മീഡിയം ആണ് അല്ലെങ്കിൽ സ്മോൾ ആണ് എങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. കാരണം ഇത് നമ്മളുടെ ഒരു സ്കിന്നിൻ്റെ അതനുസരിച്ച് ഫിറ്റായി കിടക്കും. പിന്നെ ഭയങ്കര വണ്ണം കുറവാണെങ്കിൽ ഇത് ഇച്ചിരി ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്തേച്ചാൽ മാത്രം മതി. പിന്നെ അതിന് മേളിലേക്ക് വണ്ണം ഉള്ളവർ അവനവൻ്റെ റിസ്കിലെടുക്കുക. പിന്നെ XXL ആണെന്ന് പറഞ്ഞാലും ചിലർക്ക് കൈക്ക് വണ്ണം, ശരീരത്തിൻ്റെ ചെസ്റ്റ് വിരിവ് കൂടുതൽ, ഷോൾഡർ വിരിവ് കൂടുതൽ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അവനവനെ അറിയത്തുള്ളൂ. അങ്ങനെ വെച്ച് ഒരു ഇത് വെച്ച് എടുക്കുന്നുണ്ട്. ഇതിപ്പം ഇത്രയും വരെ ഇതുണ്ട്, ഇത്രയും അത് സ്ട്രെച്ചായി വരും, ഇത്രയും വരെ വണ്ണം സ്ട്രെച്ചായി വരും. നല്ല പെർഫെക്റ്റ് ഫിറ്റിങ്ങോട് കൂടി കിടക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഫ്രണ്ട് ഓപ്പണോ ബാക്ക് ഓപ്പണോ ഒന്നുമില്ല. നമ്മൾ ബനിയൻ ഇടുന്ന പോലെ വലിച്ചു കയറ്റി ഇടുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആയിരക്കണക്കിന് ആൾക്കാർ നമുക്ക് എല്ലാ ഞായറാഴ്ച എന്ന് പറഞ്ഞ പോലെ വീഡിയോ ഉള്ളതാണ്. അപ്പം ഇതാണ് ആദ്യത്തെ ബ്ലൗസ്. പിന്നെ ഇങ്ങനെ വർക്കുള്ള ബ്ലൗസില്ലേ, ഇതിൻ്റെ ഇപ്പോൾ ഈ കയ്യിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ബ്ലൗസിൻ്റെ തുണി ഭയങ്കരമായിട്ട് ഓവറായിട്ട് സ്ട്രെച്ച് ആകത്തില്ലേ. അപ്പം ഒത്തിരി വണ്ണം കൂടുതലുള്ളവർ ഒരു കാരണവശാലും വാങ്ങിക്കരുത്. വണ്ണം കുറവുള്ളവർ മാത്രമേ വാങ്ങിക്കാവുള്ളൂ. കാരണം ആ ഇച്ചിരി ഒരു ഭയങ്കര ഇങ്ങനെ ബനിയം പോലെ, ബലൂൺ പോലെ ഇങ്ങനെ പോകുന്ന തുണിയിൽ ആ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനത്തെ തുണിയിലൊന്നും വരത്തില്ല. അത്യാവശ്യം സ്ട്രെച്ച് ആകും. നോർമലി ഇതുണ്ട്, ഇങ്ങനെ നോർമലി സ്ട്രെച്ച് ആകും. XXL വരെയുള്ളവർക്ക് വാങ്ങിക്കാം. നമുക്കിത് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നുമില്ല കേട്ടോ. ഇത് നല്ല ഒരു ബോട്ടിൽ ഗ്രീനെ കൂടെ ഒരു ഗോൾഡൻ ഒരു ലീഫിൻ്റെ ഷെയ്ഡ് പോലെ കൊടുത്തിരിക്കുക. അടുത്ത കളറ് ഡാർക്ക് മെറൂൺ ആണ്. ഒരു ബനിയൻ ഫീലോ അങ്ങനത്തെ ഒന്നും തോന്നുന്നില്ല കേട്ടോ. ഇടാൻ നല്ല കംഫർട്ടുമാണ്. കറക്റ്റ് സൈസുള്ളവർക്ക് കംഫർട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ സൈസ് ലാർജാണ്. എനിക്കൊരു കുർത്തി എടുക്കണം, എൻ്റെ സൈസ് ലാർജാണ്. പക്ഷേ എനിക്ക് എത്ര ഫിറ്റിംഗ് ആണ് നിങ്ങൾ നോക്ക്. എനിക്കത് ലൂസായിട്ടൊന്നും കിടക്കുന്നില്ലോ. ഇത് പക്ഷേ ഇത്രയും വരെ ലൂസാകുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കൈയൊക്കെ ഉണ്ട്, എത്ര പെർഫെക്ഷനോടുകൂടിയാണ് കൈ ഇരിക്കുന്നതെന്ന്. ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് ധാരാളം ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. കറക്റ്റാണെന്ന് പറഞ്ഞു, നല്ല ഫിറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ. പിന്നെ അത് പറ്റാത്ത ആൾക്കാരും വളരെ ചുരുക്കമുണ്ട്. അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. കാരണം എന്താ, ഓരോരുത്തരുടെ ബോഡിയുടെ പ്രത്യേകതകളാണ്. അതനുസരിച്ച് ചിലപ്പോൾ അത് വ്യത്യാസപ്പെടാം. നമുക്കതിപ്പം മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. റെഡ്, നല്ല ഒരു ചില്ലി റെഡ് ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഇതിന് റേറ്റ് എത്രയാണ്? 250, 260, 270 അങ്ങനെ ഏതാണ്ട് റേറ്റാണ്. അത് ഓർത്തിട്ട് കൊണ്ടുപോയി വാഷിംഗ് മെഷീനകത്ത് അലക്കരുത്. വാഷിംഗ് മെഷീനകത്ത് അലക്കരുത്. മറ്റു തുണികളുടെ കൂടെ ഇട്ട് വാഷ് ചെയ്യരുത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഷാമ്പൂവിനകത്ത് മുക്കി വെക്കുക കുറച്ച് നേരം. എന്നിട്ട് ഷാമ്പൂവിനകത്ത് തന്നെ മുക്കി വെക്കുക കുറച്ച് നേരം. എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകി പിഴിയാതെ, സ്പിൻ ചെയ്യാതെ തിരിച്ചിടുക. അങ്ങനെ ചെയ്യണം. വിലക്കുറവാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് അങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു ട്രീറ്റ്. അങ്ങനെയല്ല, ഓരോ സാധനം അതിൻ്റേതായ രീതിക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കണം. ആ മോഡൽ ബ്ലൗസ് കഴിഞ്ഞു. ഇത് ഇനി വേറൊരു ബ്ലൗസ് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത, കാരണം നമ്മുടെ ഇത് ഷോപ്പിലൊരു വന്നത് ഒരു പ്രാവശ്യം, പക്ഷേ ഞാൻ ഇതുവരെ ഓൺലൈനിൽ കാണിച്ചിട്ടില്ല. ഇങ്ങനെ ഡോട്ട്സ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസാണ്. ഇത് കണ്ടോ, ഇതിന് പക്ഷേ കുറച്ചും കൂടെ സ്ട്രെച്ച് കിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ടയിൽ പ്രിൻ്റായത്, വർക്ക് ചെയ്തിട്ടില്ല. ഇത് പ്രിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ സ്ട്രെച്ച് മറ്റേതിനെ കഴിഞ്ഞും വരുന്നുണ്ട്. ഇതും അപ് ടു XXL. സ്ക്രീനെ ഏതാ എഴുതിയേക്കുന്നത് അതുവരെയാണ്. ഇത് ഞാൻ എപ്പോൾ പറഞ്ഞാലും പിന്നെയും ചോദിക്കും, ഇതിൻ്റെ മീഡിയം ഉണ്ടോ, ഇതിൻ്റെ ലാർജ് ഉണ്ടോ? അങ്ങനെയല്ല, ഇതിന് മീഡിയം ലാർജ് ഒന്നുമില്ല. ഇതിന് ഈ ഒരൊറ്റ സൈസേ ഉള്ളൂ. നിങ്ങളുടെ സൈസുമായിട്ട് സ്യൂട്ട് ഇച്ചിരി ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യുക, അത്രേ ഉള്ളൂ. ബ്ലാക്കും വൈറ്റും കൂടെ, ബ്ലാക്കിൽ കൂടെ വൈറ്റ്. നല്ല രസമാണ്. നമ്മൾ ഓരോ സാരിക്കൊക്കെ ഈ പറഞ്ഞാൽ പ്ലെയിൻ സാരികൾ, അങ്ങനത്തെ സാരികൾക്കൊക്കെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് അത് ഡിസൈൻ ചെയ്യണം, സ്റ്റൈലിങ് ചെയ്യണം. മെറൂൺ ഇത് ഇവിടെ ഉണ്ടോ? ഇതെൻ്റെ ചുരിദാർ കയറിയിരിക്കുന്നതുകൊണ്ട് കേട്ടോ. എനിക്ക് മസിലാണ്. എനിക്കതൊക്കെ കാണുമ്പോൾ ചിരി വരും. എനിക്കിങ്ങനെ ഓരോ പൊട്ടച്ചെയ്ത വിചാരങ്ങളൊക്കെ അങ്ങനെ വരുവേ. ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ. ഈ കോമൺ കളേഴ്സ് നിങ്ങൾക്കിപ്പം ഇതൊക്കെ കോമൺ കളേഴ്സാണ്. ബോട്ടിൽ ഗ്രീന്, മെറൂണ്, ബ്ലാക്ക്, ഇതെല്ലാം കോമൺ കളേഴ്സാണ്. നിങ്ങളുടെ ബ്ലൗസും കാണും. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും നമുക്ക് എല്ലാം ഈ ഒരു
ബ്ലൗസിന് എത്ര ആയുസ് കാണും, ഏറ്റവും ശരീരത്തോട് ചേർന്ന്. അതുകൊണ്ട് തന്നെയാണ് റിട്ടേണോ എക്സ്ചേഞ്ച് റീഫണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയോട് ഏറ്റവും ചേർന്ന് ഏറ്റവും ഫിറ്റായിട്ട് കിടക്കുന്ന ഒരു സാധനം ബ്ലൗസ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇതാവും, പെട്ടെന്ന് യോഗ്യമല്ലാതെ ആകും ഏത് ബ്ലൗസ്. അതിപ്പം സാരിയുടെ വിത്ത് ബ്ലൗസ് ആട്ടെ, നമ്മളല്ലാതെ മുറിച്ച് മേടിക്കുന്ന ബ്ലൗസ് ആട്ടെ, കാരണം വിയർപ്പിൻ്റെ ഇതൊക്കെ. പിന്നെ ചിലരുടെ ശരീരത്ത് ഉപ്പിൻ്റെ അംശം ഭയങ്കരമായിട്ട് കൂടുതലാണ് വിയർപ്പിൻ്റെ. അപ്പോൾ വർക്കൊക്കെ ഉള്ള ബ്ലൗസ് മേടിക്കുമ്പോൾ പെട്ടെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ പാഡൊക്കെ വെക്കണം, സെറ്റ് പാഡൊക്കെ വെക്കണം, അങ്ങനെയൊന്നും എല്ലാവരും ഒന്നും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉപയോഗിക്കാനുള്ള ഒരു കാലാവധി കുറയും. അപ്പം ഒരു കാര്യം പറഞ്ഞാൽ റേറ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് കളർ ഉണ്ടെങ്കിൽ പോലും ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുക. 5-6 എണ്ണം ഒക്കെ വാങ്ങിക്കുന്നവരുണ്ട്. ഒരെണ്ണം ഒക്കെ ആയിട്ട് വാങ്ങിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നഷ്ടമാണ്. 50 രൂപ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് ഒരെണ്ണം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പറയുന്നല്ലോ കേട്ടോ. വാങ്ങിക്കാൻ വേണ്ടി പറയേണ്ട ഒരു കാര്യമില്ല, ഞാനും പറയില്ല, ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ചിലർക്കൊരു വിഷമമുണ്ട് 50 രൂപ. 60 രൂപ വരെ 3-4 ബ്ലൗസേ പോകും. 50 ഒരു ബ്ലൗസാണെങ്കിൽ 50 രൂപ, ഒരു ബ്ലൗസിന് മേളിലോട്ടാണെങ്കിൽ 60 രൂപ, അത് 4 ബ്ലൗസ് വരെ 60 രൂപ വരെ പോകും. അപ്പോൾ അതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇത് കണ്ടോ, ഇത് കണ്ടാൽ തോന്നും ഇതിച്ചിരി ഒരു സൈസ് ബൾജ് ചെയ്താണ് നിൽക്കുന്നത് കേട്ടോ. ഇത് പ്രിൻ്റ് അല്ല കേട്ടോ, ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അല്ല പ്രിൻ്റ് അല്ലേ, ത്രെഡ് കൊണ്ട് ചെയ്ത് വെച്ചേക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ ഓർത്ത് ഇത് ഡിസൈൻ പ്രിൻ്റാണ് അല്ലേ, പ്രിൻ്റ് അല്ല. ഇതിലൊരു വൈറ്റ് ഒരു ചെറിയ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന കേട്ടോ. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായി, ഈ കളറേ വന്നപ്പോഴത് മനസ്സിലായി. ഇങ്ങനെ കൈ ഓടിച്ചപ്പോൾ ഞാൻ ഓർത്ത് വെള്ളയിൽ കൂടെ കറുത്ത ഒരു പ്രിൻ്റാണ്. അല്ല വെള്ളയിൽ കൂടി അല്ല, ഓരോന്നെ കൂടി വെള്ള പ്രിൻ്റാണ്. ക്രിസ്മസിന് പറ്റിയ ബ്ലൗസാണ്, അല്ലാതെ ഇല്ല. വൈറ്റ് സാരിക്കോ റെഡ് സാരിക്കോ. ഈ നേവി ബ്ലൂ, ഇതിൻ്റെ ഫ്രണ്ടെന്ന് പറയുന്നത് ആ ഒരു ഇതെന്തുവാ ഫ്രണ്ടെന്ന് പറയുന്നില്ലേ, പ്രിൻസസ് കട്ട് വന്നേക്കുന്ന ആ ഭാഗം ഫ്രണ്ട് കേട്ടോ. നേവി ബ്ലൂ ചുമ്മാ എന്നും പോകുമ്പോഴൊക്കെ മാറി മാറി ഇടാം. അല്ലെങ്കിൽ അത്യാവശ്യപ്പെട്ടവർക്ക് പോകുമ്പോഴൊക്കെ പെട്ടെന്ന് കയറ്റി ഇടാനൊക്കെ എളുപ്പമുണ്ട്. അയൺ ചെയ്യുമോ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് കയറ്റി ഇടാനും ഊരാനും ഒക്കെ നല്ല എളുപ്പമാണ്. പിന്നെ ചിലരുടെ വണ്ണത്തിനനുസരിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പിടുത്തം വരും. ഇങ്ങനെ ഇറക്കി ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിയുമ്പോൾ ഒരു പിടുത്തം വരും. അപ്പോൾ എന്തെടുക്കണം, അത് പിടിച്ചിറക്കി ഇടണം, ഇങ്ങനെ വലിച്ച് പിടിച്ച് ഇറക്കി ഇടണം. അല്ലാതെ അന്നേരം അയ്യോ എനിക്കിത് ഇറങ്ങത്തില്ല എന്ന് പറയാം. കാരണം ഇത് സ്ട്രെച്ചായി വരുന്നതെന്നുള്ള കാര്യം പലരും മറന്നു പോകും. അല്ലാത്ത ബ്ലൗസിൻ്റെ ഓർമ്മയാണ്, നമ്മൾ അങ്ങനെയല്ലേ ശീലിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ ബാക്ക് ഓപ്പൺ അല്ലേ ശീലിച്ചിരിക്കുന്നത്. ഇത് ആഷ് ബ്രൈറ്റ് ആയിട്ടുള്ള ഇച്ചിരി ആഷാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കളറ് തോന്നിക്കുന്ന കളർ ഈ ആഷ് എന്ന് പറഞ്ഞാൽ ഏത് കളറില്ലാത്തവർക്കും കളർ കുറഞ്ഞവർക്കും എല്ലാ കളറുള്ളവർക്കും കളർ തോന്നിക്കുന്ന ഒരു ആഷ ഇത്. പിന്നില്ലേ വേറെന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പിന്നില്ലേ നമ്മുടെ ഗീവ് അവേ നടക്കുവാന്നറിയാമല്ലോ. അപ്പം അത് ബെസ്റ്റ് കമൻറ്റിനും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് നല്ല ഒരു ഒന്നാന്തരം ഒരു 1000 രൂപയിൽ കുറയാത്ത ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് 23-ാം തീയതി വരെയുള്ള ഇത് നോക്കിയിട്ട് താല്പര്യമുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ വിലപ്പെട്ടതാണ്. അത് എന്ന് പറഞ്ഞ പോലെ എന്നെ കണ്ടാരണ്ട് കഴിഞ്ഞ ദിവസം ഏതോ ഒരു പയ്യനാണ് കയറി എഴുതിയേക്കുന്നു, കുറേ പൊട്ട സാരി ആയിട്ട് വന്നേക്കുമെന്ന് ഡിസ്കൗണ്ട് സെയിൽ കണ്ടിട്ട്. എൻ്റെ മോനെ ഈ പൊട്ട സാരി ആവശ്യമുള്ള ആൾക്കാരും ധാരാളം ഉണ്ട്. മോന് വലിയ 10,000-ൻ്റെയും ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ വാങ്ങിക്കാൻ പൈസ ഉണ്ടെങ്കിൽ മോൻ വാങ്ങിച്ചോ. പൊട്ട സാരിയൊക്കെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ഉടുക്കും കേട്ടോ. അത് അതിന് കയറിയില്ല, അടി കയറി കുറച്ച് പേര് പൊങ്കാലയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്യണ്ട, അത് ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യനെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി പറയാൻ എല്ലാവർക്കും നാക്ക് കൂടുതലാണ്. അതേസമയം ഒരു നല്ല കാര്യം പറയാൻ ആർക്കും കഴിയത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു കാലഘട്ടത്തിൻ്റെ പോക്കാണ്. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യം, നമ്മളൊന്നും വിചാരിച്ചാൽ നിയന്ത്രിക്കത്തുമില്ല. ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നുമില്ല. പിന്നെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ച തൊട്ടേ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. അതായത് നിങ്ങൾ ഇന്ന് അതായത് ഞായറാഴ്ച ബുക്ക് ചെയ്താലും തിങ്കളാഴ്ച ബുക്ക് ചെയ്താലും ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യാഴാഴ്ച തൊട്ടാണ്. അപ്പോൾ വീണ്ടും എന്നാണെങ്കിലും ക്രിസ്മസിന് മുന്നേ കിട്ടും. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.